ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ദിലീപിന്റെ തങ്കമണി എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. 2024 ആദ്യ ദിലീപ് സിനിമയായിട്ട് ഈ മാർച്ച് മാസം 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ തങ്കമണി തിയേറ്ററുകളിൽ വലിയ നഷ്ടമുണ്ടാക്കിയ സിനിമയാണ് എന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ടതാണ്. വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ എന്നാൽ നല്ല പ്രൊമോഷനോടെ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും കൂടുതൽ പ്രേക്ഷകരിലേക്ക് ആദ്യ ദിവസം മുതൽ എത്തപ്പെടാനാവാതെ പോയ സിനിമയുടെ ഫൈനൽ ഡീറ്റെയിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്ന് 3,50,00,000 കളക്ഷൻ നേടിയെടുത്ത സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 35 ലക്ഷമാണ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. 3,85,00,000 ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്ത സിനിമ ഫൈനൽ ഓവർസീസ് കളക്ഷനായിട്ട് 1 കോടി രൂപ പോലും നേടിയെടുത്തിട്ടില്ല എന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. $102,000 ആണ് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ, അതായത് 85 ലക്ഷം രൂപ. അങ്ങനെ സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ ഗ്രോസ് കളക്ഷൻ എന്ന് പറയുന്നത് 4,70,00,000 രൂപയാണ്. തങ്കമണി സംഭവം പോലെ തന്നെ ഒരു വൻ ദുരന്തമായിട്ട് ദിലീപിന്റെ തങ്കമണി എന്ന സിനിമ മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. സംവിധായകൻ പറഞ്ഞത് പ്രകാരം 25 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ കൂടിയാണ് തങ്കമണി. അങ്ങനെയെങ്കിൽ വലിയ നഷ്ടമാണ് സിനിമ നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സിനിമയുടെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റഴിക്കപ്പെട്ടു എന്നൊരു വാർത്ത ഇതുവരെ ഇനിയും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ വൻ നഷ്ടമായിട്ട് ദിലീപിന്റെ തങ്കമണി ദിലീപിന്റെ മുൻ സിനിമയായ ബാന്ദ്ര പോലെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ തങ്കമണിയേക്കാൾ വമ്പൻ ബഡ്ജറ്റിലെത്തിയ സിനിമയായിരുന്നു ബാന്ദ്ര. 40 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തി ഫൈനൽ കളക്ഷനായിട്ട് 5 കോടിയോളം രൂപയായിരുന്നു വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. തങ്കമണിയേക്കാൾ അല്പം കൂടുതൽ കളക്ഷൻ ബാന്ദ്ര നേടിയിട്ടുണ്ടെങ്കിൽ പോലും തങ്കമണിയേക്കാൾ വലിയ നഷ്ടമുണ്ടാക്കിയ സിനിമയാണ് ബാന്ദ്ര എന്ന അന്ന് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതാണ്. ബാന്ദ്രയുടെയും OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇനിയും വിറ്റഴിക്കപ്പെട്ടിട്ടില്ല. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ദിലീപിന് ഇതൊരു മോശം സമയമാണ് ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ എന്നുകൂടി വ്യക്തമാക്കുകയാണ്. ഇനി നല്ലൊരു തിരിച്ചൊരു പവി കെയർ ടേക്കറിലൂടെ വരുമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആശംസിക്കാമെങ്കിൽ പോലും ദിലീപിന്റെ ഈ 2 ബിഗ് ബഡ്ജറ്റ് സിനിമകളായ തങ്കമണി, ബാന്ദ്ര എന്നീ സിനിമകളുടെ നഷ്ടമായിട്ട് തന്നെ അവശേഷിക്കുക തന്നെ ചെയ്യും. ഇനി നാം ഉറ്റുനോക്കുന്നത് ഈ 2 സിനിമകളുടെയും OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ ആര് സ്വന്തമാക്കുമെന്ന് അറിയാനായിട്ടാണ്. ഇപ്പോഴും ഒരുപാട് പ്രേക്ഷകർ ബാന്ദ്ര OTT കേട്ട് കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കൂ. 2 സിനിമകളുടെയും OTT റിലീസുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട്.